നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്ത മരുത്വാമല വീഡിയോയ്ക്ക് വൻ സ്വീകാര്യതയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ മലയെ കണ്ടു മടങ്ങുമ്പോൾ അന്ന് ആ മല എൻ്റെ ചെവിയിലൊരു കാര്യം പറഞ്ഞായിരുന്നു. അതിതാണ്, എൻ്റെ പ്രിയപുത്രൻ ദിവ്യ തേജസ്വിയായ ഒരു സിദ്ധയോഗി തിരുവനന്തപുരത്തുണ്ട്. ആനയറ എന്ന സ്ഥലത്ത് ദിവ്യ തേജസ്വിയായ ആ അവധൂതനെ നീ പോയൊന്ന് കാണണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത്, ജഗദ്ഗുരു സ്വാമി ഈശോയുടെ അടുത്ത്. മുൻപേ പറഞ്ഞുറപ്പിച്ചതിന് പ്രകാരം കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ സ്വാമിയെ കാണാനെത്തി. ആ സമയത്ത് സ്വാമി ധ്യാനത്തിൽ നിന്നുണർന്ന് എൻ്റെ അടുത്ത് എന്നെ കാണാനായി കാത്തുനിന്നു. ആശ്രമകവാടം തുറന്ന് അകത്ത് കയറി ദിവ്യ തേജസ്വിയായ ഒരു മുമുക്ഷുവിനെ ഇതാദ്യമാണ് ഞാൻ കാണുന്നത്. അനവരതം പൊഴിയുന്ന മന്ദസ്മിത കുസുമങ്ങൾ ശാന്തിയുടെ നനുത്ത കാറ്റായി എന്നെ തലോടി. യുക്തിചിന്തയും ലോജിക്കും ഭക്തിയും ഒക്കെ കൂടിക്കുഴഞ്ഞ് കലങ്ങി മറിഞ്ഞ് എനിക്ക് ചോദിക്കാനായി ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ പ്രശ്നം ദൈവമോ വിശ്വാസമോ അല്ല. ഞാനത് സ്വാമിയോട് ആദ്യമേ പറഞ്ഞു. എനിക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സാണ്. എന്തുകൊണ്ട് മിടുക്കിയായ പഠിപ്പിസ്റ്റായ ഗ്രീഷ്മ, പാറശാലയുള്ള ഗ്രീഷ്മ എന്ന കുട്ടി, അത് കഷായം ഗ്രീഷ്മയായി? പ്രേമിച്ച യുവാവിന് കഷായത്തിൽ വിഷം കൊടുത്ത് കൊന്നു, അവസാനം തൂക്ക് കയർ വിധിക്കപ്പെട്ടു. എന്തുകൊണ്ട്? അതുപോലെ സ്കൂൾ വിട്ടു വന്നപ്പോൾ ബസ്സിൽ വച്ച് +1 9ാം ക്ലാസ്സുകാരനെ കുത്തി. ഒരിടത്തല്ല, 2 സ്ഥലങ്ങളിൽ ഇത് ആവർത്തിച്ചു. എന്തുകൊണ്ട്? പിന്നെ ഈ ജീവിതത്തിലുടനീളം കണ്ടുമുട്ടുന്നവരൊക്കെ ചതിയുടെയും വഞ്ചനയുടെയും മാർഗങ്ങളിലൂടെ, അല്ലെങ്കിൽ വിഷവിത്തുകളായി വിഷച്ചെടികളായി പടർന്നു പന്തലിക്കുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ട് ചെന്താമരയ്ക്ക് ജയിൽ ശിക്ഷ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴും നീതിപീഠം പ്രതീക്ഷിച്ച മനം മാറ്റമുണ്ടായില്ല? എൻ്റെ ചോദ്യങ്ങൾ അങ്ങനെ നീണ്ടു. സ്വാമിജി എല്ലാം മന്ദസ്മിതത്തോടെ കേട്ടുനിന്നു. മൊബൈൽ ഗെയിമും MDAയും അബദ്ധസഞ്ചാരങ്ങളും നടത്തി യുവതനാശത്തിൻ്റെ ആഴക്കയങ്ങൾ തേടുന്നത് എന്തുകൊണ്ട്? എൻ്റെ ചോദ്യം. സ്വാമിജി വീണ്ടും പുഞ്ചിരിച്ചു. ഉള്ളുരുകി ചോദിച്ച എൻ്റെ കുറേ ചോദ്യങ്ങൾ എല്ലാം മന്ദസ്മിതത്തോടെ കേട്ട് സ്വാമിജി എനിക്കുത്തരം തന്നു. ആ ഉത്തരം ഈ സോഷ്യൽ സിസ്റ്റത്തിന് അനുകൂലമായ ചില സൂത്രവാക്യങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നു. നമുക്കത് കേൾക്കാം. അമേരിക്കയെപ്പോലുള്ള ലോകരാജ്യങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ കണ്ണടച്ചിരുട്ടാക്കണ്ട, കേൾക്കാം, സ്കിപ്പ് ചെയ്യാതെ മുഴുവനും. ഇപ്പോൾ ഈ സംസാരിക്കുമ്പോൾ ശബ്ദമെങ്ങനെയോ രൂപമെങ്ങനെയോ അതനുസരിച്ചാണ് ഇതിൻ്റെ ഓരോ ഫ്രെയിമും നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് കരുപിടിച്ച് വരുമ്പോൾ അച്ഛനും അമ്മയിലുള്ള ചിന്ത മുതൽ കുഞ്ഞ് ജനിച്ച് വളർന്നു വരുമ്പോൾ അമ്മയിലൂടെ, അച്ഛനിലൂടെ, ഗുരുക്കന്മാരിലൂടെ, ഈ സമൂഹത്തിലൂടെ, ഔപചാരികവും അനൗപചാരികവുമായ വിദ്യാഭ്യാസത്തിലൂടെ ആ കുഞ്ഞിന് കിട്ടുന്ന അറിവിനനുസരിച്ചാണ് ആ കുഞ്ഞിൻ്റെ ശരിയും തെറ്റും ഉരുത്തിരിഞ്ഞു വരുന്നത്. ഓരോ കുഞ്ഞിനും തോന്നുന്ന, സുഖം തരും എന്ന് തോന്നുന്ന ശരികളാണ് അവർ ചെയ്യുന്നത്. എന്തുകൊണ്ട് അവർ ചെയ്യുന്ന ശരികൾ സമൂഹത്തിന് തെറ്റായി മാറുന്നു എന്നതാണ് ഈ ചോദ്യം. നമ്മുടെ അറിവ് ആർജിക്കുന്നതും അത് പ്രയോഗതലത്തിൽ കൊണ്ടുവരുന്നതും സുഖത്തിന് വേണ്ടിയാണ്. സുഖം എന്നത് ബാഹ്യമായ ഭോഗവസ്തുവിലാണ് എന്ന് വ്യക്തമായി ധരിക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ്, ഒരറിവാണ്
എല്ലാവരിലൂടെയും നമുക്ക് കിട്ടുക. ഏതറിവിലൂടെയും ഏത് വികാരത്തിലൂടെയും ഏത് കർമ്മത്തിലൂടെയും എന്തു നേടിയാൽ തനിക്ക് സുഖം കിട്ടുമോ ആ സുഖത്തിനാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. ആ സുഖം കേവലം ഭൗതികമായ വസ്തു മാത്രമായിട്ട്, സമ്പത്ത് മാത്രമായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും അതാർജിക്കാൻ യത്നിക്കുകയും ചെയ്യുമ്പോൾ വന്നു ചേരുന്ന കർമ്മത്തിൻ്റെ അഹിതാവസ്ഥ വ്യക്തിയുടെ ഇന്നത്തെ ദോഷമായിട്ട് നമ്മൾ കാണുമ്പോൾ അതിന് ആ വ്യക്തിയെ പ്രാപ്തമാക്കിയത് ആ വ്യക്തിയുടെ അറിവാണ്. ഏത് വിവരമാണോ ആ വ്യക്തിക്ക് ശരിയായി, ആ ശരി സുഖമായി, ആ സുഖത്തിനു വേണ്ട വികാരമായി, അത് കർമ്മമായി മാറുമ്പോൾ ആ വ്യക്തിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആ കുറ്റത്തിന് ഉത്തരവാദി നമ്മളെല്ലാവരുമാണ്. ആ വ്യക്തിക്ക് ആ വ്യക്തിയായി മാറാൻ നമ്മൾ എന്തൊക്കെ അറിവാണോ കൊടുത്തത് അത് വികാരമായി, അത് കർമ്മമായി, അതാണ് ആ വ്യക്തിയുടെ വൈശിഷ്ട്യം. അത് ചിലപ്പോൾ സമൂഹത്തിന് ദുഃഖപൂരിതമായിരിക്കാം, ദുഃഖം തരുന്നതാകാം. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ കേവലം ബാഹ്യമായ വസ്തുവിൽ അധിഷ്ഠിതമായ സുഖത്തിന് അപ്പുറത്തേക്ക് ആ സുഖം നിൽക്കുന്ന തന്നെയും കുറിച്ച് അറിയാൻ എന്തു പുറത്തുണ്ടോ അത് തന്നിലുണ്ട്, തന്നിലെന്തുണ്ടോ അത് പുറത്തുണ്ട്, തന്നിലില്ലാത്തതൊന്നും പുറത്തില്ല, പുറത്തെന്തുണ്ടോ അതേ തന്നിലുള്ളൂ. താൻ വളർന്നാൽ ഈ പ്രപഞ്ചമാണ്, ഈ പ്രപഞ്ചം ചുരുങ്ങിയാൽ താനാണ്. ഈ താനല്ലാത്തതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്നും ഏതു ചിന്തയാണോ ഏതു വികാരമാണോ തൻ്റെ മനസ്സിനെ ശാന്തിയും സമാധാനവും ആനന്ദവും തരുന്നത് ആ തലത്തിലുള്ള ചിന്തയിലേക്ക്, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ തന്നെ അറിയുന്ന അറിവിലേക്ക്, കർമ്മത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കാൻ ഇന്നത്തെ അറിവിന് കഴിയണില്ല. ആ കുറവാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. സ്വാമിജി, എൻ്റെ ചോദ്യത്തിന് വളരെ പ്രസക്തമായിട്ടും മനസ്സിലാകുന്ന വഴികളിലൂടെയും സ്വാമിജി സഞ്ചരിച്ചു പറഞ്ഞു തന്നു. വലിയ സന്തോഷം. സ്വാമിജി, കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങയുടെ ഒരു പുസ്തകം വായിക്കാൻ ഇടയുണ്ടായി. എന്നിട്ട് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മരുത്വാമല എന്ന ഒരു മലയിലേക്ക് പോയി. ഞാൻ ആ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ കഠിനമായ വഴി എൻ്റെ മുമ്പിൽ തുറന്നിട്ട് മല എന്നോട് പറഞ്ഞു, നീ വരാൻ തയ്യാറാണോ അതോ തിരിച്ചു പോകുന്നോ എന്ന്. ഞാനത് സ്വാമിജിയോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് വഴികൾ കഠിനമായി നിൽക്കുന്നത് ജീവിതത്തിൽ? യാത്ര എപ്പോഴും ക്ലേശഭരിതമാണ്, ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ട്. ആ ക്ലേശത്തിലൂടെ എന്തിനാണ് യാത്ര ചെയ്യുന്നത് അത് വ്യക്തിക്ക് വ്യക്തമായ ബോധമുണ്ടായാൽ ഈ യാത്ര ക്ലേശമാകില്ല. ഇന്ന് സ്വാമിയെ കാണാൻ വേണ്ടി തിരിച്ചപ്പോൾ ആ വഴിയിൽ പല ക്ലേശങ്ങളും ഉണ്ടായെന്നിരിക്കാം. പക്ഷേ സ്വാമിയെ കാണണം എന്ന ചിന്ത, സ്വാമിയെ കണ്ടേ പറ്റൂ എന്ന ചിന്ത പലപ്പോഴും ആ ക്ലേശം കാര്യമായിട്ടെടുക്കാതെ വളരെ ലാഘവത്തോടുകൂടി ലഘുവാക്കി മാറ്റി യാത്ര ചെയ്യാൻ പറ്റും. വന്ന് കണ്ടു കഴിഞ്ഞ് സംസാരിച്ചു കഴിയുമ്പോൾ ആ യാത്രയ്ക്ക് പ്രയോജനമുണ്ടെന്ന് തോന്നിയാൽ, അതുകൊണ്ട് തനിക്ക് സുഖം കിട്ടും എന്ന് തോന്നിയാൽ, ശാന്തി കിട്ടും എന്നനുഭവിച്ചാൽ ഒരിക്കലും യാത്രയുടെ ക്ലേശം ക്ലേശമായി നിൽക്കില്ല. ക്ലേശം പക്വമായി, പാകമായി, ഫലമായി, സുഖമായി, ആനന്ദമായിട്ട് മാറും. മരുത്വാമലയും അങ്ങനെ തന്നെയാണ്.
പ്രപഞ്ചത്തിലെ ഏതു വസ്തുവും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ക്ലേശമാണ്. ആ ബാഹ്യലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്ന പഞ്ചഭൂതങ്ങളും തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന പഞ്ചഭൂതങ്ങളും രണ്ടല്ല എന്ന് ബോധിച്ച് ഒന്നായി മാറുമ്പോൾ അത് മല കയറ്റമല്ല, മലയും താനും രണ്ടല്ല എന്നും ആ സ്ഥൂലമായ മലയും സൂക്ഷ്മമായ മലയും കാരണമായ മലയും അതിന് മുഴുക്കെ നിധാനമായിട്ട് സ്പന്ദിക്കാതെ നിൽക്കുന്ന അഖണ്ഡമായിരിക്കുന്ന ബോധവും രണ്ടല്ല എന്ന് അനുഭവിക്കാൻ യാത്രയിലൂടെ കഴിഞ്ഞാൽ, മരുത്വാമലയിലേക്കാണ് കയറുന്നെങ്കിൽ ആ ഗുഹയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ ഹൃദയത്തിൻ്റെ താളത്തെ ഒന്ന് കണ്ടുകൊണ്ട് ആ താളത്തിൻ്റെ അഹിതാവസ്ഥ കുറച്ച് വരുമ്പോൾ തൻ്റെ വിചാരങ്ങൾ ശാന്തമായി, വിചാരങ്ങൾ ശാന്തമായി, തൻ്റെ ഇരുൾ മെല്ലെ കുറഞ്ഞ് താൻ യഥാർത്ഥത്തിലാരോ ആ യഥാർത്ഥ ജ്ഞാനിനെ, അഖണ്ഡമായ ബോധത്തെ, അതിനെയാണ് നമ്മൾ ഭഗവാനെന്ന് പറയുന്നത്, സത്യമെന്ന് പറയുന്നത്, ആനന്ദമെന്ന് പറയുന്നത്. ഓരോ മനുഷ്യനും ആനന്ദമെന്ന് പറയുന്നതിൻ്റെ പല നാമങ്ങളാണ്. കാരണം ദുഃഖമില്ലാത്ത ആനന്ദത്തെ ഭഗവാനെന്ന് പറയും, അല്ലെങ്കിൽ സത്യമെന്ന് പറയും. നമ്മൾ അനുഭവിക്കുന്നത് മുഴുക്കെ ആപേക്ഷികമായ ദുഃഖങ്ങളാണ്. വലിയ ദുഃഖത്തിൽ നിന്ന് ചെറിയ ദുഃഖം വരുമ്പോൾ അത് നമുക്ക് സുഖമാകണോ? ഈ ആപേക്ഷികമായ ദുഃഖമല്ലാത്ത, സ്പന്ദനമല്ലാത്ത, നിഷ്പന്ദമായ തലത്തിലേക്ക് താൻ എത്തുമ്പോൾ ഈ ലക്ഷ്യം ഉറയ്ക്കാത്തതാണ് ആപേക്ഷികമായ ലോകത്ത് ജനിച്ച് ജീവിക്കുന്ന മനുഷ്യന്. ആപേക്ഷികമായ ലക്ഷ്യം മാത്രമാണ് ഇന്നുള്ളത്. ആപേക്ഷികമായ ലോകത്ത് യാത്ര ചെയ്യുമ്പോൾ ആപേക്ഷികമല്ലാത്ത ശാശ്വതമായ സത്തയിലേക്ക്, തന്നിലേക്ക് യാത്ര ചെയ്യാൻ തനിക്ക് കഴിയണം. അങ്ങനെ യാത്ര ചെയ്താൽ യാത്ര ക്ലേശമല്ല. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും തനിക്ക് ആ നിർവൃതി അനുഭവിക്കാൻ പറ്റും, ആ ശാന്തി അനുഭവിക്കാൻ പറ്റും. മലകൾ അല്ലെങ്കിൽ ഏതു യാത്രയും, ഓഫീസിൽ പോകുന്നതാകട്ടെ, അടുക്കളയിൽ പണിയെടുക്കുന്നതാകട്ടെ, കുഞ്ഞിനൊരു ഒരു പാഠം പറഞ്ഞു കൊടുക്കുന്നതാകട്ടെ, ഏതു കർമ്മവുമാകട്ടെ, ആ കർമ്മത്തിലൂടെ താൻ ഉദ്ദേശിക്കുന്നത് ആത്യന്തികമായ തൻ്റെ സുഖമാണ് എന്ന് ബോധിക്കുമ്പോൾ തന്നിൽ നിന്ന് അന്യമല്ല പാഠവും പഠിക്കുന്ന വ്യക്തിയും പഠിപ്പിക്കുന്ന താനും എന്ന് അറിയാൻ കഴിയണം. ഈ അറിവിന് വേണ്ടിയാണ് ജനിക്കുന്നത് മനുഷ്യനായിട്ട്. അതിനാണ് വിവേകം. വിവേകം കേവലം ഭോഗത്തിൻ്റെ കണക്ക് മാത്രം നോക്കാനുള്ളതല്ല. ഈ കണക്കിലൂടെ ഈ ആപേക്ഷികമല്ലാത്ത യാഥാർത്ഥ്യത്തിലേക്ക്, സത്യത്തിലേക്ക്, അതിന് ഇത്രയേ ഉള്ളൂ. പലരും ചോദിക്കും ആപേക്ഷികമോ സത്യം എന്തോ? വേറൊന്നുമല്ല, ചലിക്കാത്ത ആനന്ദം. ചലിക്കുന്ന ആനന്ദമാണ് സുഖദുഃഖങ്ങൾ, നമ്മുടെ ആപേക്ഷികമായ ദുഃഖം. ചലിക്കാത്ത ആനന്ദത്തെയാണ് ഭഗവാൻ. ആ ലക്ഷ്യം ഉറയ്ക്കണം. അപ്പോൾ ആ ലക്ഷ്യമില്ലാത്ത വിദ്യാഭ്യാസത്തിൻ്റെ അനന്തരഫലമാണ് ഇന്നത്തെ എല്ലാ ദുഃഖത്തിനും കാരണം. അപ്പോൾ ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടുമെല്ലാം വിദ്യാഭ്യാസം, അറിവ്, ആത്യന്തികമായ ലക്ഷ്യം ഉറപ്പിക്കുന്നത് കൂടെ ആയിക്കഴിഞ്ഞാൽ അതാണ് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ ശാന്തവും ആനന്ദവും സുഖവുമാക്കി മാറ്റുന്നത്. മലകൾ, ഏത് യാത്രയും മലയാണ്. സ്വാമിജി, കാറ്റില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ദീപം പോലെ ആ ശാശ്വതമായ നിത്യമായ ചലിക്കാത്ത ആനന്ദത്തെക്കുറിച്ച്, ചിദാനന്ദത്തെക്കുറിച്ച് അല്ലേ, ആത്മാവിൽ രമിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ചിദാനന്ദം, അതല്ലേ സ്വാമിജി ഉദ്ദേശിച്ച കാറ്റില്ലാത്ത സമയത്തുണ്ടാകുന്ന ദീപം? പലപ്പോഴും ഇത് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് സാധാരണക്കാരന് ഇത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും എന്ന് സംശയമുണ്ടാവും. ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് മനസ്സിലാക്കാൻ. നിങ്ങൾ ആഗ്രഹിച്ച, വളരെ കാലം കൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വസ്തു നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അതിനുവേണ്ടിയാണ് എല്ലാ ചിന്തകളും അതിലേക്ക് ഏകാഗ്രപ്പെടുത്തി അതിനുവേണ്ടി യത്നിക്കുന്നു. 1000 ചിന്തകളെ സ്വീകരിച്ചിട്ട് ആ ഒരു ചിന്ത സാക്ഷാത്കരിക്കാൻ വേണ്ടി യത്നിക്കുന്നു. എന്നിട്ട് ആ ചിന്ത സാക്ഷാത്കരിക്കുന്ന സമയത്ത് മറ്റു ചിന്തകളെല്ലാം നിന്നു.
ഒരു ചിന്ത ഇതുമാത്രമായി. ആ ഒരു ചിന്തയും കിട്ടി കഴിയുമ്പോൾ, കിട്ടി എന്ന് തോന്നുമ്പോൾ മറ്റൊരു ചിന്ത വരാതെ ചിന്തയില്ലാത്ത ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മളിൽ തെളിഞ്ഞു വരുന്നു. ഈ തെളിഞ്ഞു വരുന്ന ആ സമയത്തെയാണ്, ആ അനുഭവത്തെയാണ് നമ്മൾ സുഖം എന്ന് പറയും. ഇത് പെട്ടെന്ന് അപ്പോൾ വന്നതല്ല, ഓൾറെഡി സദാ ഉള്ളതാണ്. പക്ഷെ ഈ പറയുന്ന ചിന്തകളും വികാരങ്ങളും എല്ലാം കൊണ്ട് ഇത് മറയപ്പെട്ടി, അല്ലെങ്കിൽ കലുഷമായിരിക്കുക, അല്ലെങ്കിൽ മറയപ്പെട്ടിരിക്കുകയാണ്. ഈ മറ ഒന്ന് മാറ്റിയാൽ മാത്രം മതി. ഈ മറ മാറ്റാനാണ് ഈ യത്നം മുഴുക്കെ. ഏതു സുഖവും, അതുകൊണ്ടാണ് ഏതു സുഖം അനുഭവിക്കുന്നതിൻ്റെ പിന്നിലും ഒരു യത്നമുണ്ട്, അതിക്ലേശമുണ്ട്. ഈ ക്ലേശത്തിലൂടെയാണ് അതിലേക്ക് പല 1000 ചിന്തയിൽ നിന്ന് ഒരു ചിന്തയിലേക്ക് ഒരു വ്യക്തി എത്തുന്നത്. അത് നിങ്ങൾക്ക് ധനം ഉണ്ടാക്കാനാകട്ടെ, പഠിക്കാനാകട്ടെ, ഒരു സദ്യ ഉണ്ടാക്കുന്നതാകട്ടെ, എന്തുമാകട്ടെ, ചന്ദ്രനിൽ പോകുന്നതാകട്ടെ, ചൊവ്വയിൽ പരീക്ഷണം നടത്തുന്നതാകട്ടെ, ഏതു കർമ്മവുമാകട്ടെ, ഈ കർമ്മത്തിൻ്റെയൊക്കെ പിന്നിൽ ഒരു ക്ലേശമുണ്ട്. അത് ചിന്താക്ലേശമാണ്. ആ ചിന്തയോടൊപ്പം വികാരക്ലേശമുണ്ട്. ഈ വികാര ക്ലേശങ്ങൾ ഒരു ചിന്തയിൽ ചെന്നെത്തും. ആ ഒരു ചിന്തയും തൽക്കാലം ട്രാൻസ്പെയറൻ്റ് ആയിട്ട് മാറും. ചിന്തയില്ലാതാകുന്നില്ല, ഇത് ട്രാൻസ്പെയറൻ്റ് ആകുന്നു ഒരു ചിന്ത. ആ ട്രാൻസ്പെയറൻ്റ് ആകുന്ന ചിന്തയിലെത്തുമ്പോൾ നമുക്ക് നമ്മുടെ യഥാർത്ഥ സ്വരൂപമാകുന്ന സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്. ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന് വേണ്ടിയുള്ള സുഖത്തിന് വേണ്ടിയാണ് ഈ എല്ലാ ദുഃഖമയമായ കർമ്മങ്ങളും നമ്മൾ ഇപ്പോൾ ഹിതമെന്നോ അഹിതമെന്നോ പറയുന്ന 1000 കർമ്മങ്ങൾ ചെയ്യുന്നത് ഇതാണ്. ഇത് നമ്മളിലുണ്ടോ എന്നും എങ്ങുമുണ്ടോ എന്നും തൻ്റെ ചിന്തയും വികാരവും കൊണ്ട് കാർമേഘം പോലെ മറയപ്പെട്ടിരിക്കുന്നതാണെന്നും ഇതൊന്ന് മാറ്റിയെടുക്കാൻ, അതിനെ ഒന്ന് ഘനീഭവിച്ച് അതൊന്ന് പെയ്തിറങ്ങി ആ ആകാശമൊന്ന് തെളിഞ്ഞാൽ, അതൊന്ന് ട്രാൻസ്പെയറൻ്റ് ആയാൽ, ഈ ആകാശവും തൻ്റെ ആകാശവും രണ്ടല്ല, ഒരാകാശമായി, തെളിഞ്ഞ ആകാശമായി ട്രാൻസ്പെയറൻ്റ് ആയിട്ട് മാറും. അപ്പോൾ തനിക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും. എങ്ങനെ അനുഭവിക്കാൻ പറ്റും? മഹാകാശം പോലെ പുറത്തെ ആകാശവും അകത്തെ ആകാശവും രണ്ടല്ലാതെ ഒരാകാശമായി മാറുന്നത് പോലെ താൻ തന്നെയാണ് ഈ പ്രപഞ്ചമായി നിൽക്കുന്നത്, അനുഭവിക്കുന്നതെന്ന് ബോധിക്കും. അതാണ് ഒരു വ്യക്തിയുടെ കൊണ്ടെത്തി. ഇത് എന്തനുഭവിക്കാൻ വേണ്ടിയാണ് എല്ലാവരുടെയും ഓരോ നിമിഷത്തിലെയും കർമ്മം. സ്വാമിജി, വളരെ വലിയ അറിവുകളാണ് സ്വാമിജി തന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം കൂടി ചോദിച്ച് നമുക്ക്, ഞാൻ ഒത്തിരി സ്വാമിജിയുടെ സമയം അപഹരിക്കുന്നില്ല. സ്വാമിജി, ഇശ വിശ്വവിദ്യാലയത്തെക്കുറിച്ച്, നമ്മുടെ ഈ സ്കൂളിനെക്കുറിച്ച്, അതായത് സമാന്തര വിദ്യാഭ്യാസ സംവിധാനത്തിൽ പാരൻറ്റിങ്ങിന് മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്ന സമയത്തേക്കാൾ കൂടുതലും അധ്യാപകരാണ് കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്നത്. അതായത് ഇന്ന് കൂടുതൽ ഒരു വ്യക്തി എങ്ങനെ വളർന്നു വരണം എന്ന് തീരുമാനിക്കാൻ ഏറ്റവും കഴിയുന്നത് നല്ലൊരു വിദ്യാലയത്തിന് തന്നെയാണ്. അതിൽ മഹത്തായ മാറ്റങ്ങൾക്ക് സ്വന്തം സമീപന രീതി കൊണ്ടും കാഴ്ചപ്പാട് കൊണ്ടും വലിയ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വാമിജി, ലോകമറിയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു സുഹൃതമായി ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന്, അതിലേക്ക് ഒരു വെട്ടം വീശാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഇശ വിശ്വവിദ്യാലയത്തെക്കുറിച്ച്. അറിവെങ്ങനെ ഉൾക്കൊണ്ടാൽ അവൻ പൂർണ്ണനായി മാറുമോ, ആ പൂർണ്ണതയ്ക്ക് എത്താൻ വേണ്ട പൂർണ്ണ വിദ്യാഭ്യാസമാണ് എഡ്യൂക്കേഷൻ ഫോർ ടോട്ടൽ കോൺഷ്യസ്നെസ്. വിദ്യാഭ്യാസം പൂർണ്ണ ബോധത്തിന്, അപൂർണമായ ബോധത്തിനല്ല, ആപേക്ഷികമായ ബോധത്തിന് മാത്രമല്ല, പൂർണ്ണമായ ബോധത്തിന്. അപ്പോൾ പൂർണ്ണമായ ബോധത്തിന് ഏതു വിഷയം പഠിപ്പിക്കുമ്പോഴും, ആയെന്ന് ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുമ്പോൾ, അധ്യാപിക പഠിപ്പിക്കുമ്പോൾ ആ അധ്യാപികയുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത് സബ്ജക്റ്റീവ് ആയാണ്. അത് കേട്ടിട്ട്
കുഞ്ഞു പറയുമ്പോൾ അത് ഓബ്ജക്റ്റീവ് ആയാണ്. സബ്ജക്റ്റീവായും ഒബ്ജക്റ്റീവായും ആ മാത്രമാണ്, രണ്ടല്ല. അപ്പോൾ പുറത്തിരിക്കുമ്പോൾ അത് ഒബ്ജക്റ്റ് ആക്കി മാറുന്നു, തൻ്റെ അകത്തിരിക്കുമ്പോൾ സബ്ജക്റ്റായി മാറുന്നു. ദാഹിക്കുന്ന വ്യക്തി വെള്ളം കുടിക്കുമ്പോൾ വെള്ളം പുറത്തിരിക്കുകയാണ്, അത് ഒബ്ജക്റ്റീവ് വാട്ടറാണ്. കുടിച്ചു കഴിഞ്ഞാൽ തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകും, തൻ്റെ ജീവാത്മാവിൻ്റെ ഭാഗമാകും. അത് ആധ്യാത്മിക ജലമാണ്. അപ്പോൾ ആധ്യാത്മികതയും ഭൗതികതയും രണ്ടല്ല, ഒന്നാണ്. ഏതു വിഷയം പഠിപ്പിക്കുമ്പോഴും, മാത്സ് പഠിപ്പിക്കുമ്പോഴും കെമിസ്ട്രി പഠിപ്പിക്കുമ്പോഴും ഫിസിക്സ് പഠിപ്പിക്കുമ്പോഴും, ഏതു വിഷയം പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ അകത്ത്, ഓരോ വിഷയത്തിൻ്റെ അകത്തും എല്ലാമുണ്ട്. കണക്ക് പഠിക്കുമ്പോൾ അതിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, അതിൽ ഹിസ്റ്ററി ഉണ്ട്, ഭാഷയുണ്ട്, എല്ലാ ഘടകങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും. അപ്പോൾ സിലബസ് ഒന്നും മാറ്റണ്ട, എക്സിസ്റ്റിംഗ് സിലബസും സംവിധാനങ്ങളും മാത്രം മതി. ടീച്ചേഴ്സ് ഓറിയൻറ്റേഷൻ മാത്രം കൊടുത്ത് എങ്ങനെ ലെസൺ പ്ലാൻ ചെയ്ത് അതിനെ പ്രോജക്റ്റ് ഓറിയൻ്റാക്കി. കാരണം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന വസ്തുക്കൾ വ്യക്തമായി കട്ട് ചെയ്ത് മുറിച്ച് അതിന് വിഭവസമർത്ഥമായ ഒരു സദ്യയാക്കി മാറ്റുന്നത് പോലെ ലെസണിനെ വിഭവസമർത്ഥമായ സദ്യയാക്കി മാറ്റിക്കഴിയുമ്പോൾ അത് കഴിക്കുന്ന അത് സദ്യയായി കൊടുക്കണമെങ്കിൽ അധ്യാപിക ആ ലെസനെ ആദ്യം ഉൾക്കൊണ്ട് അത് സദ്യയാക്കി മാറ്റണം. അങ്ങനെ സദ്യയാക്കി മാറ്റിയിട്ട് സ്വയം കഴിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ അതൊരു ഫീസ്റ്റായിട്ട് മാറും. ഇതുപോലെ വിദ്യാഭ്യാസം സുഖമായി ആനന്ദമായി മാറണമെങ്കിൽ കേവലം ബുദ്ധിക്ക് മാത്രം കൊടുക്കുന്ന ക്ലേശമായി മാറാതെ ശരീരവും മനസ്സും ബുദ്ധിയും ഒരുപോലെ സമഞ്ജസമായി സമ്മേളിച്ചുകൊണ്ട് വിഭവസമർത്ഥമായ സദ്യ കഴിക്കുന്നത് പോലെ വിദ്യ പകർന്നു കൊടുക്കാനും ഉൾക്കൊള്ളാനും കഴിയണം. അങ്ങനെയാണ് ഇവിടെ ഓരോ ലെസൺസും പഠിപ്പിക്കുന്നത്. ഇവിടെ അധ്യാപകർ, ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകന് ഗുരുമായ എന്നാണ് പറയുന്നത്. ഒരു ഗുരു പഠിപ്പിക്കുന്ന ഒരാളിന് ആദ്യം വേണ്ട ഗുണം അമ്മയുടെ സ്നേഹം, രണ്ടാമത് അച്ഛൻ്റെ ശ്രദ്ധ, മൂന്നാമത് ഗുരുവിൻ്റെ ജ്ഞാനം. ഇത് മൂന്നും കൂടെ ചേർന്നാൽ മാത്രമേ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഒരു ഗുരുവായി മാറും. അപ്പോൾ അധ്യാപകർക്ക് ഈ ക്വാളിറ്റി ഉണ്ടാകണം. ഈ ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാനാണ് ടീച്ചർ ഓറിയൻറ്റേഷൻ, ടീച്ചർ ട്രെയിനിങ് ആവശ്യമാണ്. ഇങ്ങനെ, കാരണം ഓരോ ലെസനും അത് പുറത്തിരിക്കുന്ന ലെസൺ തൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കി അതിന് രണ്ടിനെയും സമന്വയിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രിപ്പറേഷൻ അത് അധ്യാപികമാർക്ക് കിട്ടണം, അധ്യാപകർക്ക് കിട്ടണം. കാരണം ഇതിൻ്റെ കുറവാണ് ഇന്നത്തെ ഏറ്റവും വലിയ കുറവ്. ഇവിടെ ഇത് രണ്ടിനെയും സമന്വയിച്ചു കൊണ്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് ലെസൺ പ്ലാൻ എല്ലാം തന്നെയും പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടകമായ ക്വാണ്ടത്തിന് നിദാനമായി നിൽക്കുന്ന സ്പന്ദനാത്മകമായ എനർജിയായ ഐ പാർട്ടിക്കിൾ, ഈ ക്വാണ്ടത്തിനും ഈ ഐ പാർട്ടിക്കിളിനും ഇടയിലാണ് സ്ട്രിംഗ് തിയറി വരെ ബാക്കിയെല്ലാം. അപ്പോൾ ഈ പറഞ്ഞ ഒരു പ്രപഞ്ചത്തിൻ്റെ ഓരോ വസ്തുവും ഗ്രാവിറ്റേഷൻ മുതൽ റിലേറ്റീവ് തിയറി മുതൽ ക്വാണ്ടം തിയറിയും കഴിഞ്ഞ് ഐ പാർട്ടിക്കിൾ വരെ നിലനിൽക്കുന്ന ഈ പറയുന്ന സയൻസിന് അധിഷ്ഠിതമായിട്ട്. കാരണം നമുക്ക് സംഭവിക്കുന്ന ഘടകം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അറിവിനെ, ഇന്നത്തെ മനുഷ്യന് പ്രാപ്യമല്ലാത്ത പദങ്ങൾ ഉപയോഗിക്കുന്നു. ഇന്ന് എന്താണോ, ഏത് ഭാഷയാണോ, ഏത് അറിവാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ആ ഭാഷയിലൂടെ, ആ ശാസ്ത്രജ്ഞാനത്തിലൂടെ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റണം. അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്ന പഠിപ്പിക്കും ഓരോ വിദ്യാർത്ഥിക്കും അധ്യാപകർക്കും ഈസിയായിട്ട് വളരെ ലളിതമായി പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ഡയഗ്രം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഐ ഡയഗ്രം എന്ന് പറയുന്നത്. ആ ഐ ഡയഗ്രത്തിനകത്ത് തൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, ശരീരം മുതൽ താൻ ഐ പാർട്ടിക്കിൾ വരെ ആയി പോകുന്നത് വരെ, അതിൽ നിന്ന് ടോട്ടൽ കോൺഷ്യസിൽ എത്തുന്നത് വരെയുള്ള ഡയഗ്രം ഉണ്ട്. അതുപോലെ തന്നെ പുറത്ത് താൻ യാത്ര ചെയ്താൽ തിരിച്ച് ഇതുപോലെ തന്നെ താൻ ഐ പാർട്ടിക്കിളിലൂടെ ഈ അകപുറങ്ങളെ കയ്യിലൊതുക്കി ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ അറിവുണ്ടോ ആ അറിവ് മുഴുക്ക നിങ്ങളുടെ കൊച്ചു ക്യാമറയ്ക്കകത്ത് ഈ അറിവ് പകർത്തിയെടുക്കുന്നത് പോലെ സമസ്ത അറിവിനെയും ഒരു കൊച്ചു ഡയഗ്രത്തിൻ്റെ അകത്ത് ക്രമീകരിച്ച്
ഓരോ മനുഷ്യൻ്റെയും സംസാരിക്കുന്ന ബോധമായിട്ട്, സംസാരിക്കുന്ന സത്യമായിട്ട്, സംസാരിക്കുന്ന ആനന്ദമായിട്ട് അത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഐ പാർട്ടിക്കിളുണ്ട്, ഐ പാർട്ടിക്കിൾ ഡയഗ്രം ഉണ്ട്. അതിന് അധിഷ്ഠിതമായിട്ടാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ ക്രമം. അതിനനുസരിച്ചാണ് ഒരു ലോകത്തിനൊരു വിദ്യാഭ്യാസ സംവിധാനം, ഗ്ലോബൽ എനർജി പോളിസി, എഡ്യൂക്കേഷൻ പോളിസി ഓൾറെഡി പബ്ലിഷ്ഡ് ഹ്യൂമൻ മാനിഫെസ്റ്റോ. ഈ ലോകത്ത് ഏതു സ്ഥലത്തും ഉള്ള ഫെസിലിറ്റി വെച്ചുകൊണ്ട് പൂർണ്ണമായ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും. അതിനു പറ്റുന്ന ഒരു പോളിസി ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് കുറേശ്ശെ അത് ഉൾക്കൊണ്ടു വരുന്നു, കുറേശ്ശെ. കാരണം അസ്വസ്ഥമായ, ഇപ്പം ചോദിച്ച ചോദ്യം പോലെ, അസ്വസ്ഥമായ ലോകത്തിന് സ്വസ്ഥതയാകാൻ എന്താണ് എളുപ്പമാർഗം? മറ്റൊരു മാർഗവുമില്ല, ഒരൊറ്റ മാർഗം, അറിവിൻ്റെ മാർഗം. ഭാഗികമായ അറിവിൽ നിന്ന് സമഗ്രമായ അറിവ്, ഓരോ അറിവ് ഉൾക്കൊള്ളുമ്പോഴും അവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയാൽ അവിടെയാണ് തന്നെപ്പോലെ ഈ ലോകത്തെ സ്നേഹിക്കാൻ, തന്നെപ്പോലെ തൻ്റെ സഹചരെ സ്നേഹിക്കാൻ, ചരാചരാത്മകമായ സമസ്തത്തിനെയും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെ വാർത്തെടുക്കാൻ പറ്റും. അതിനു വേണ്ടത് വിദ്യാഭ്യാസത്തിൽ ഈ പറഞ്ഞ അധ്യാപകർക്ക് കൊടുക്കേണ്ട ഓറിയൻറ്റേഷൻ, ഇത്ര ചെലവ് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ലോകത്തിൻ്റെ ഈ അസ്വസ്ഥത മുഴുക്ക മാറ്റിയെടുക്കാൻ വേറൊന്നും വേണ്ട. കാരണം വിദ്യാഭ്യാസം ട്രിനിറ്റിയാണ്. അതിൽ പാരൻറ്റും അധ്യാപകനും വിദ്യാർത്ഥിയും. അപ്പോൾ വിദ്യാർത്ഥി എന്തു പഠിക്കുന്നുവോ അത് പൂർണ്ണമായി അറിയണം അധ്യാപിക പഠിപ്പിച്ചു കൊടുക്കുന്നത്, വിദ്യാർത്ഥി അറിയുന്നത് എന്താണോ അത് പാരൻറ്റും അറിയണം. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ സ്റ്റുഡൻറ്റ് ഓറിയൻറ്റഡ് മാത്രമല്ല, ടീച്ചർ ഓറിയൻറ്റഡ് മാത്രമല്ല, പാരൻ്റ് ഓറിയൻറ്റഡ് ഇത് മൂന്നും അറ്റ് എ ടൈമിൽ കഴിയണം. അപ്പോൾ ഒരു പഠിക്കുന്ന കുഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവരെല്ലാവരും ആ അറിവിൻ്റെ ഭാഗമായി മാറാൻ അവൻ്റെ പഠിത്തം തന്നെ ഉതകണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇന്ന് ഈ ചോദിച്ച അസ്വസ്ഥതയിൽ നിന്ന് സമൂഹത്തിന് ഒരു മോചനമുണ്ടാകുള്ളൂ. അറിവ് മാത്രമേ ശാശ്വതമായ പരിഹാരമുള്ളൂ. അറിവ് മാറിയാൽ എല്ലാം മാറും. സ്വാമിയെ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ അറിവിലൂടെയാണ്. നിങ്ങളുടെ അറിവ് മാറിയാൽ നിങ്ങളുടെ ദർശനം മാറും. ഇതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ ദർശനം എങ്ങനെ ഇരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് അവനവൻ്റെ അറിവാണ്. അറിവിന് സമഗ്രത കിട്ടാൻ എന്തു വേണമോ അതൊന്നു മാത്രമാണ് ഈ ലോകത്തോട് ഓരോ മനുഷ്യനും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സേവനം. ഇത്ര സമയം നമ്മളോട് വളരെ വിശാലമായ കാര്യങ്ങൾ പറഞ്ഞു തന്ന സ്വാമിജിക്ക് ഒത്തിരി നന്ദി. അറിവിൻ്റെ സമഗ്രത, പൂർണ്ണാവബോധം. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ സബ്ജക്റ്റ് നോളജ്, ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർമേഷൻ ഫ്രം സബ്ജക്റ്റ് നോളജ് ടു വിസ്ഡം. എൻ്റെ ചോദ്യങ്ങൾ സമൂഹത്തിലെ വ്യക്തികളിൽ ദിശാബോധം തെറ്റി അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന അബദ്ധങ്ങളും കൊടുംപാതകങ്ങളും എന്തുകൊണ്ട് എന്നായിരുന്നു. അതിന് സ്വാമിജി നൽകിയ ഉത്തരം സമഗ്രമായ, അതായത് അകവും പുറവും ഒന്നായി നിൽക്കുന്ന സത്യത്തെ അറിയുക എന്നതാണ്. പൂർണ്ണാവബോധത്തിലെത്തിയ ഒരാൾക്ക് നന്മയല്ലാതെ മറ്റൊന്നും തിരഞ്ഞെടുക്കാൻ ഉണ്ടാവില്ല. അങ്ങനെ നന്മയിലൂന്നിയ ജീവിത പന്താവിൽ പ്രജ്വലിക്കുന്ന വ്യക്തിത്വങ്ങളായി യുവത വളർന്ന് ലോകമെങ്ങും ഖ്യാതി വരത്തട്ടെ എന്ന് സ്വാമിജിയോടൊപ്പം ഞാനും ആഗ്രഹിക്കുന്നു. കൂടെ നിൽക്കണം, എന്നാൽ നമുക്കൊരുമിച്ച് വളരാം. ഒത്തിരി സ്നേഹത്തോടെ, സാഫ്രോൺ.